നമസ്കാരം. 2026 ജൂലൈ മാസത്തെ ധനുക്കൂറുകാരുടെ പൊതുഫലത്തെപ്പറ്റിയാണ് പറയുന്നത്. മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യപാദം അടങ്ങിയ നക്ഷത്രക്കാരാണ് ധനുക്കൂറിൽ വരുന്നത്. ഇവരുടെ ചാരവശാലുള്ള പൊതുഫലം എന്താണെന്ന് നോക്കാം. തൊഴിൽപരമായി പറയുകയാണെങ്കിൽ അത്ര നല്ല കാലമല്ല. സ്ഥലം മാറ്റം ഉണ്ടാകുവാനും സ്ഥാനക്കയറ്റം ലഭിക്കാതെ പോകുവാനും ഒക്കെ ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട്. സഹപ്രവർത്തകർ തമ്മിൽ ഏതെങ്കിലും രീതിയിൽ വിരോധമുണ്ടാകുവാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്നതാണ്. ജോലിയിടങ്ങളിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. ഈഗോ സാധ്യതയുണ്ടെങ്കിലും അതൊന്നും ഇല്ലാതെ നോക്കേണ്ടത് ഉണ്ട്. എന്നിരുന്നാലും വ്യാഴം അതിൻ്റെ ഉച്ചരാശിയായ കർക്കിടകത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടാകുവാൻ സാധ്യതയില്ല. ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ പങ്കാളിത്ത ബിസിനസ്സിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ബിസിനസ്സിൽ ലാഭവും നേട്ടവും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സമ്മിശ്ര ഫലമാണ് ഇവർക്ക് ഉണ്ടാവുന്നത്. അലസതയും മടിയും ഏകാഗ്രതക്കുറവും ഒക്കെ ഈ സമയത്ത് വന്നു ചേരാമെങ്കിലും അതിനെയൊക്കെ അതിജീവിക്കുകയാണെങ്കിൽ ഇവർക്ക് ഗുണപരമായ വിദ്യാനേട്ടം ഉണ്ടാവുന്നതാണ്. ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ലഭിക്കുവാനും ഇവർക്ക് ഈ സമയത്ത് സാധ്യതയുണ്ട്. വിദേശത്ത് പോയി പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് നടന്നു കിട്ടുന്നതാണ്. ആരോഗ്യപരമായ കാര്യത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ചെറിയ ചെറിയ അസുഖങ്ങൾ ഒക്കെ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൃത്യമായ പരിശോധന ഈ സമയത്ത് ആവശ്യമാക്കേണ്ടതുണ്ട്. ധനച്ചിലവ് ഉണ്ടാവുന്ന മാസം കൂടിയാണ്. സാമ്പത്തികപരമായിട്ട് പറയുകയാണെങ്കിൽ വരുമാനം വർദ്ധിക്കുമെങ്കിലും വിവിധ സ്രോതസ്സിൽ നിന്നും വരുമാനം നേടുവാനും ഭാഗ്യം നേടുവാനും ഒക്കെ സാധ്യതയുണ്ടെങ്കിലും അതിനനുസരിച്ച് ചിലവും വർദ്ധിക്കുന്ന ഒരു സമയമാണ്. വായ്പക്ക് അപേക്ഷിച്ചവർക്ക് വായ്പ കിട്ടുവാൻ ചെറിയ കാര്യതടസ്സവും ഒക്കെ ഈ സമയത്ത് വന്നു ചേരുവാൻ സാധ്യതയുണ്ട്. കടം കൊടുക്കുന്നത് വളരെ അധികം ശ്രദ്ധിച്ച് വേണ്ടതാണ്. ഊഹക്കച്ചവടം ഈ സമയത്ത് അത്ര ഗുണകരമല്ല. ദാമ്പത്യപരമായിട്ട് പറയുകയാണെങ്കിൽ ദമ്പതികൾ തമ്മിൽ തർക്കങ്ങൾ ഉടലെടുക്കുവാനും ജീവിത പങ്കാളിയുമായി രമ്യതക്കുറവുണ്ടാകുവാനും സാധ്യതയുള്ളത് കൊണ്ട് തന്നെ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. വിവാഹം ആഗ്രഹിക്കുന്നവർക്ക് വിവാഹത്തെ സംബന്ധിച്ച് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുന്നതാണ്. പ്രത്യേകിച്ച് ഈ മാസം പകുതിക്ക് ശേഷം യാത്രാവിഘ്നവും ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. വാഹനം കൈകാര്യം ചെയ്യുന്നവർ വളരെ അധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ദീർഘദൂര യാത്രകളിൽ വളരെ അധികം ശ്രദ്ധിക്കേണ്ട സമയം കൂടിയാണ്. റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം അത്ര ഗുണകരമല്ല. ലാഭം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയം അല്ല. വീട് അറ്റകുറ്റപ്പണിക്ക് പണം ചിലവഴിക്കേണ്ട ഒരു മാസം കൂടിയാണ്. വീട്, വസ്തു എന്നിവ വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്കും ഈ മാസം അത്ര ഗുണകരമായി കാണുന്നില്ല. കണ്ടകശനിയുടെ കാലമായതുകൊണ്ട് തന്നെ കാര്യങ്ങൾ വിചാരിച്ചത്ര വേഗത്തിൽ വിചാരിച്ച രീതിയിൽ നടന്നുകൊള്ളണമെന്നില്ല. ഇവരുടെ ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുന്നതിനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുന്നതിനുമായി ശിവക്ഷേത്ര ദർശനവും ശാസ്താക്ഷേത്ര ദർശനവും വഴിപാടുകളും ഒക്കെ ചെയ്താൽ ഇവർക്ക് ദോഷഫലങ്ങൾ കുറഞ്ഞു കിട്ടുവാനും ഗുണഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും ഈ മാസം സാധ്യതയുണ്ട്.